ഹലോ ഗൈസ്, അപ്പോൾ വീട്ടിൽ സ്പെഷ്യൽ ഒന്നും ഇല്ലാത്തതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ കുക്കിംഗ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. സാധാരണ ഇതെല്ലാ വീട്ടിലുണ്ടാക്കുന്നതാണ്. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ചെറുപയർ നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം നമുക്ക് വേവിക്കാനായിട്ട് ഇത് കുക്കറിലോട്ട് ഇടാം. ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് വെളുത്തുള്ളിയാണ്, പിന്നെ വേണ്ടത് വറ്റൽമുളക്, അവസാനമായിട്ട് കറിവേപ്പിലയും കൂടി. ഇത് മൂന്നും മാത്രം മതി. ഇനി ഒരു പാൻ എടുക്കുക, ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച കറിവേപ്പിലയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ചെറുപയറും കൂടി ഇട്ട് കൊടുത്തത് ഇതുപോലെ നന്നാക്കി ഇളക്കി കുറുക്കി എടുക്കാം. എനിക്ക് ഭയങ്കര തിക്കായിട്ടുള്ളത് ഇഷ്ടമല്ല, ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എൻ്റെ ഫേവറേറ്റ് ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വലിയ പ്ലേറ്റ് എടുക്കുക, അതിലോട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറേ ചെറുപയർ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മുടെ പ്ലേറ്റ് ഫുൾഫിൽ ചെയ്യുക. ഇനി ഇതിലേക്ക് നല്ല നെല്ലിക്കച്ചാർ വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഉപ്പിലിട്ട കാന്താരിമുളകും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പപ്പടം കൂടി ആയ അടിപൊളി ആയനെ, പക്ഷെ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ച് കൊടുക്കുന്നില്ല. പിന്നെ ഇതുപോലെ കൂട്ടി കുഴച്ച് കഴിക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.